إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ, സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അർഹമുർ-റാഹിമീനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സത്യവിശ്വാസിയുടെ ജീവിതം അത് എല്ലാവിധ മ്ലേച്ഛതകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും മുക്തമാകണമെന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ട്. ഒരു മനുഷ്യന് അവൻ്റെ ശരീരത്തിലേക്ക് മാലിന്യങ്ങളും അതേപോലെ തന്നെ വൃത്തികേടുകളും വരുന്നു. അതുപോലെ തന്നെ അവൻ്റെ ആന്തരികമായ അഥവാ അവൻ്റെ വിശ്വാസത്തിൽ, അവൻ്റെ പ്രവർത്തനങ്ങളിൽ ഇതിലും മാലിന്യങ്ങളും തോന്നിവാസങ്ങളും വരുന്നതിനെ ഇസ്ലാം ശക്തമായി എതിർക്കുന്നുണ്ട്. അതുകൊണ്ട് വികലമായ വിശ്വാസങ്ങൾ പാടില്ലെന്ന് പറഞ്ഞു. മറ്റു ഹറാമായിട്ടുള്ള പ്രത്യക്ഷമായതും പരോക്ഷമായിട്ടുള്ള ഹറാമുകളെയും ഇസ്ലാം വലിയ പാപമായി കൊണ്ട് തന്നെ പഠിപ്പിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ വസിയ്യത്തായിക്കൊണ്ട്, നിർദ്ദേശമായിക്കൊണ്ട് പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. ഖുൽ, നബിയെ നിങ്ങൾ പറയണം, ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബതൻ. പറയുക പ്രവാചകരെ, എൻ്റെ രക്ഷിതാവ് പ്രത്യക്ഷമായതും പരോക്ഷമായിട്ടുള്ളതുമായ എല്ലാ നീചവൃത്തികളെയും എൻ്റെ രക്ഷിതാവ് അത് ഹറാമാണ് എന്ന് അള്ളാഹു
വിധി പ്രസ്താവന നടത്തിയിട്ടുണ്ട്. പ്രത്യക്ഷമായതും പരോക്ഷമായിട്ടുള്ള എല്ലാ മോശപ്പെട്ട സംഗതികളും. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുകയാണ്, ഈ ആയത്തിൽ അഷദ്ദു അൻവാഇൽ ഫവാഹിഷ്, പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ വൃത്തികേടുകൾ, തോന്നിവാസങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് മുൻപന്തിയിൽ നിൽക്കുന്നത് അസ്സിന, വ്യഭിചാരമാണ്. വ്യഭിചാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വൻ പാപങ്ങളിൽ വ്യഭിചാരത്തെ എണ്ണിയതായി ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അഷദ്ദുൽ ഫവാഹിഷി വ അഖ്തരിഹ, മ്ലേച്ഛതകളുടെയും തോന്നിവാസങ്ങളുടെയും ഗണത്തിൽ ഏറ്റവും വൃത്തികെട്ടതും ഏറ്റവും അപകടകരമായതും അത് സിനയാണ്, വ്യഭിചാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ്റെ ലൈംഗിക വികാരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൃത്യപ്പെടുത്തുകയുണ്ടായി. മറ്റു ചില മതത്തിൻ്റെ ആളുകൾ മനുഷ്യൻ്റെ ലൈംഗിക വികാരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഹറാമാണെന്ന് പഠിപ്പിച്ചു. ചില ആളുകൾക്ക് മതം കൂടുതൽ കൊണ്ടു നടക്കാൻ വിവാഹ ജീവിതം തടസ്സമാണെന്ന് വിശ്വസിച്ചു, അവർ പ്രചരിപ്പിച്ചു. അള്ളാഹു അത് പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെയാണ് ചില മതവിഭാഗങ്ങളിൽ ആ മതം ശരിക്കു കൊണ്ട് നടക്കുന്ന അതിൻ്റെ പുരോഹിതന്മാർ, അത് മതത്തിൻ്റെ ആളുകൾ, അവർ കല്യാണം കഴിക്കൂല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ വികാരത്തെ, മനുഷ്യൻ്റെ പ്രകൃതിയെയും മനുഷ്യൻ്റെ വികാരത്തെയും അടിച്ചമർത്തുന്ന ഒരു സംവിധാനം അവർ ഉണ്ടാക്കി. അള്ളാഹു തീരുമാനിച്ചതല്ല. റഹ്ബാനിയ്യതൻ ഇബ്തദഊഹാ ഫമാ റഔഹാ ഹഖ്ക റിആയതിഹാ. റഹ്ബാനിയത്ത്, കല്യാണം കഴിക്കാതിരിക്കുക, സന്യസിക്കുക. അങ്ങനെ കല്യാണം കഴിച്ച് ഭാര്യയും മക്കളും കുട്ടികളും കുടുംബമൊക്കെ ആകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലെങ്കിൽ ദീനിനോട് കൂടുതൽ ആത്മാർത്ഥത പുലർത്താൻ സാധിക്കുകയില്ല എന്ന് അവരങ്ങോട്ട് ഉണ്ടാക്കി. അവർ മതത്തിൽ ബിദ്അത്താക്കി ഉണ്ടാക്കിയതാണത്. അഥവാ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണ് അവരെ, ഇസ്ലാമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചത്. പക്ഷേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം അവർ അവരുടെ വേദഗ്രന്ഥങ്ങൾ മാറ്റിത്തിരുത്തി, ഈസാ നബിയുടെ നിർദ്ദേശങ്ങൾ മാറ്റിത്തിരുത്തി. ആ തിരുത്തലിൽ ഒന്ന് അവർക്ക് നല്ലതായി തോന്നി. കല്യാണം കഴിക്കുക, കുടുംബജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല പരിപാടിയല്ല. മതമനുസരിച്ച് ജീവിക്കാൻ പ്രയാസമുണ്ടാക്കും. അതുകൊണ്ട് റഹ്ബാനിയത്ത് അവർ മതത്തിൽ തിരികെ കയറ്റി. എന്നാൽ അവർക്കത് കൊണ്ടു നടക്കാൻ സാധിച്ചോ? അല്ലാഹ് പറയാണ്, കൊണ്ടു നടക്കാൻ സാധിച്ചോ? ഇല്ല, സാധിക്കുകയില്ല. അത് മനുഷ്യൻ്റെ പ്രകൃതിയിൽപ്പെട്ടതല്ല. അതുകൊണ്ടാണ് പല 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 പ്രശ്നങ്ങളും പല പല പീഡന കഥകളും നമ്മൾ കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്ലാം കല്യാണം കഴിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചു. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളെയും തുണകളെയും ഹറാമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൽ പഠിപ്പിച്ചു. അതിന് പുറമെയുള്ള പ്രവർത്തനങ്ങൾ, ലൈംഗിക ബന്ധങ്ങൾ, അത് ഏറ്റവും മോശപ്പെട്ട വൻപാപമായിക്കൊണ്ട്, അഖ്തറായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയും ചെയ്തു. തൻ്റെ ലൈംഗികാവയത്തെ ഏത് രീതിയിലാണ് ഒരു മനുഷ്യൻ തൻ്റെ ഇച്ഛയെ ഏത് രീതിയിലാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയുണ്ടായി. എങ്ങനെയെങ്കിലും ആകാൻ പറ്റൂല, കന്നുകാലികളെപ്പോലെ എങ്ങനെയെങ്കിലും ആകാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തോടു കൂടി പറഞ്ഞു, വലാ തഖറബുസ് സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല. നിങ്ങൾ വ്യഭിചാരത്തോടടുക്കരുത്, വ്യഭിചാരത്തോടടുക്കരുത്. വ്യഭിചരിക്കരുത് എന്ന് പോലുമല്ല ആയത്തിൽ പറഞ്ഞത്. വ്യഭിചാരത്തോടടുക്കരുത്, അതിലേക്ക് അടുക്കാനുള്ള പ്രവർത്തനങ്ങൾ. ഒരു ക്ലിക്കാകാം, ഒരു നോട്ടമാകാം, ഒരു സംസാരമാകാം, ഒരു മെസ്സേജാകാം, ഒരു ഐക്കണാകാം, ഒരു സിമ്പിളാകാം, ഒരു സിമ്പലാകാം, ഒരു ഇമോജി ആകാം, എന്തുമാകാം. ഒരു കാൽ വെച്ച് നടന്നു പോകലാകാം, ഒരു പരിശ്രമം നടത്തലാകാം. വ്യഭിചാരത്തോട് നിങ്ങൾ അടുക്കരുത്. കാരണം ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല,
അത് വൃത്തികേടാണ്, മ്ലേച്ഛമാണ്, അത് ഏറ്റവും മോശപ്പെട്ട വഴിയുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ എന്നെയും നിങ്ങളെയും മുഅ്മിനീങ്ങളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കണം. ഈമാനുള്ളവർക്ക് ചേർന്ന പരിപാടിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളെക്കുറിച്ച് ചിന്തിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പെരുമ പറഞ്ഞ, മഹത്വം പറഞ്ഞ ചില അല്ലാഹുവിൻ്റെ അടിമകളുണ്ട്. അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിച്ചപ്പോൾ വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അവർ അല്ലാഹയല്ലാത്ത ഒരു ആരാധനയിലേക്കും തിരിഞ്ഞു പോകാത്ത ആളുകളാണ്. അള്ളാഹിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. അള്ളാഹിനോട് ചോദിക്കാനുള്ളത് അള്ളാഹിനോട് മാത്രമേ ചോദിക്കുകയുള്ളൂ. ജാറങ്ങളിലേക്കോ മക്ബറുകളിലേക്കോ പുണ്യാത്മാക്കളിലേക്കോ പുണ്യപുരുഷന്മാരിലേക്കോ പ്രാർത്ഥനകളോ വഴിപാടുകളോ നേർച്ചകളോ സഹായതട്ടങ്ങളോ ഒന്നും കൊടുക്കൂല. കാരണം അത് ഇസ്ലാമിനെ തകർക്കണ കാര്യമാണെന്ന് അവർക്കറിയാം. ശിർക്ക് ചെയ്യാത്ത ആളുകളാണ്. വലാ യഖ്തുലൂന നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അവർ കൊലപാതകം നടത്താത്ത ആളുകളാണ്. അഥവാ വൻപാപങ്ങൾ ഇങ്ങനെ എടുത്തു പറയണം. അവർ സ്വർഗത്തിൻ്റെ അവകാശികളാണ്. അവർ ശിർക്ക് ചെയ്യാത്ത ആളുകളാണ്, കൊലപാതകം നടത്താത്ത ആളുകളാണ്. മൂന്നാമതായി അല്ലാഹു പറഞ്ഞു വലാ യസ്നൂൻ, വ്യഭിചാരം നടത്താത്ത ആളുകളാണ്. ആ വൃത്തികേടിലേക്ക് അവർ തിരിഞ്ഞു നോക്കാത്ത ആളുകളാണ്. വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ, ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാപഭാരം അവൻ അനുഭവിക്കേണ്ടി വരും കേട്ടോ. യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാന, അവർക്ക് യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, ദുനിയാവിൽ ശിക്ഷയുണ്ട്. ദുനിയാവിൽ വ്യഭിചാരിയായ മനുഷ്യന് ശിക്ഷയുണ്ട്. അതിൻ്റെ എടങ്ങേറ് അവൻ സഹിക്കും. നല്ലൊരു ജീവിതം ഉണ്ടാവില്ല. ഭാര്യയെ ചതിക്കുന്നവൻ അതിൻ്റെ പേരിൽ, ഭർത്താവിനെ ചതിക്കുന്നവൾ അതിൻ്റെ പേരിൽ ജീവിതത്തിൽ സമാധാനമില്ല. അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇനിയോ പരലോകത്ത് ഇരട്ടി ഇരട്ടി ശിക്ഷ, യുളാഅഫു ലഹുൽ അദാബ്, ശിക്ഷ അവന് ഇരട്ടി കിട്ടുന്നു. യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാന, ആ നരകത്തിൽ ആ ശിക്ഷയിൽ നിന്ദ്യരായിക്കൊണ്ട് കഴിയേണ്ട അവസ്ഥ ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സാലിഹ, എന്നാൽ ജീവിതത്തിൽ അങ്ങനെ ഒരു തെറ്റ് വന്നുപോയി, ശിർക്ക് വന്നുപോയി, കൊലപാതകം നടത്തിപ്പോയി, അതേപോലെ തന്നെ വ്യഭിചാരം നടത്തിപ്പോയി, പടച്ചറപ്പിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്ത് ഈമാനുള്ളവനായി തൗബ ചെയ്ത് കൂടുതൽ അമൽ സാലിഹാത്തുകൾ ചെയ്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കണം. അതുകൊണ്ട് വ്യഭിചാരം ഏറ്റവും മോശമായ പ്രവർത്തനമായി പഠിപ്പിച്ചു. ദുനിയാവിൽ നിന്ന് തന്നെ ഇസ്ലാമിക ഗവൺമെൻറ് ആണെങ്കിൽ വ്യഭിചാരത്തിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ നിന്ന് തന്നെ കടുത്ത ശിക്ഷയാണ് ഇസ്ലാം അതിന് നൽകിയിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, വിവാഹിതനായ വ്യഭിചാരിയെ എന്ത് ചെയ്യണം? എറിഞ്ഞു കൊല്ലണം. റഹ്മത്തായ കാരുണ്യത്തിൻ്റെ മതമായ ഇസ്ലാമിൻ്റെ നിയമം പഠിപ്പിക്കുന്നത് വ്യഭിചാരിണി കല്യാണം കഴിഞ്ഞ ആളാണെങ്കിൽ അയാളെ എറിഞ്ഞു കൊല്ലണം. അയാളിൽ നിന്നും നിങ്ങൾ ഒരു കാരുണ്യവും, സാധുവല്ലേ പാവമല്ലേ പോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിലക്കൊരു ഒരു ശിക്ഷ നടപ്പാക്കാം തീരുമാനിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ തീരുമാനമാണിത്. നോക്കൂ നിങ്ങൾ, എത്ര ഗൗരവത്തോടെയാണ് പഠിപ്പിക്കുന്നത്. എറിഞ്ഞു കൊല്ലുക. ഒരു ജീവിയെ നമുക്ക് എറിഞ്ഞു കൊല്ലാൻ പറ്റുമോ? റഹ്മാനായ റബ്ബിൻ്റെ തീരുമാനമാണിത്. റഹ്മത്തുൽ ആലമീനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണിത്. സമാധാനത്തിൻ്റെ പദമായ ഇസ്ലാമിൻ്റെ നിർദ്ദേശമാണിത്. അപ്പം എത്രത്തോളം ഗൗരവമാണ് എറിഞ്ഞു കൊല്ലുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കല്യാണം കഴിഞ്ഞ ആളാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം. കല്യാണം കഴിയാത്ത ആളാണെങ്കിൽ 100 ചാട്ടവാറടിയുണ്ട്, നാട് കടത്തുകയും ചെയ്യും എന്നൊക്കെ നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 3 ആളുകളുടെ രക്തം അത് ഹലാലാണ്. അത് ഭരണാധികാരിക്ക് അത് ചിന്താൻ അവകാശമുണ്ട്. ഒന്ന്, കല്യാണം കഴിഞ്ഞിട്ടുള്ള വ്യഭിചാരി. അതേപോലെ തന്നെ ഒരു മനുഷ്യനെ കൊന്നവനെ കൊല്ലും എന്നുള്ളത് നിയമമാണ്. അതേപോലെ തന്നെ ഇസ്ലാമിക ലോകത്ത് മതഭ്രഷ്ടനായി എന്നിട്ട് അവിടെ ഫിത്നയുണ്ടാക്കുന്ന, മറ്റുള്ളവരെ മതഭ്രഷ്ടതയിലേക്ക് ക്ഷണിക്കുന്ന, മതം വിടാൻ ക്ഷണിക്കുന്ന, തോന്നിവാസം ചെയ്യുന്ന ആളും ഇവരുടെ 3 പേരും കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്.
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുനിയാവിൽ വ്യഭിചാരിയായ മനുഷ്യൻ അതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മനുഷ്യന്മാർക്ക് കിട്ടുന്ന, ജീവിച്ചിരിക്കുന്ന സമയത്ത് കിട്ടുന്ന ശിക്ഷയെക്കുറിച്ചും അവരുടെ പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ ഇസ്ലാം പഠിപ്പിച്ചു. പരലോകത്ത് ഇരട്ടി ഇരട്ടി ശിക്ഷയാണെന്ന് പഠിപ്പിച്ചു. ഇനി ബർസഖിൽ എന്താണ് അവസ്ഥ? അതാണ് നമ്മൾ ഖുത്ബകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില തെറ്റ് ചെയ്ത തിന്മകൾ ചെയ്യുന്ന ആളുകളുടെ ഖബർ ജീവിതത്തിലെ അവസ്ഥ, ബർസഖിലെ അവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 2 മലക്കുകൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കത്തിൽ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. റസൂലുള്ള സ്വപ്നം കാണുന്നു, കൂട്ടിക്കൊണ്ടുപോകുന്നത്. റസൂലുള്ളാഹിന്റെ സ്വപ്നം, പ്രവാചകന്മാരുടെ സ്വപ്നം, അത് വഹിയാണ്. ഒരുപാട് ഭീകരമായ രംഗങ്ങൾ റസൂലുള്ള കാണുന്നു. എന്നിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഫൻതലഖനാ ഫഅതൈനാ അലാ മിസ്ലത്ത് നൂർ. ഞങ്ങളൊരു സ്ഥലത്തെത്തി. എന്താണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത? എന്താണ് ഞാൻ അവിടെ കണ്ടത്? വലിയൊരു അടുപ്പ്, ഇടുങ്ങിയ വലിയൊരു അടുപ്പ്, നല്ല താഴ്ചയേറിയ ആഴമുള്ള അടുപ്പ്. التنور فأتينا على مثل التنور فإذا فيه لغط وأصوات. ആ അടുപ്പിൽ കുറേ ആളുകളുണ്ട്, അട്ടഹാസങ്ങളും നിലവിളികളും കേട്ടുകൊണ്ടിരിക്കുന്നു. ഖാല ഫത്തലഅനാ ഫീഹി. ഞങ്ങൾ അതിലേക്കൊന്ന് എത്തി നോക്കി. ഫഇദാ ഫീഹി റിജാലുൻ വനിസാഉൻ ഉറാത്ത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതിൽ ഞങ്ങൾ കണ്ടു നഗ്നരായ സ്ത്രീ പുരുഷന്മാരെ. ഫൈദാഹും യഅതീഹിം ലഹുബും മിൻ അസ്ഫല മിൻഹും. അവരുടെ അവരിങ്ങനെ തീയിലിങ്ങനെ കിടന്ന് തിളക്കുകയാണ്. എന്നിട്ട് ശക്തമായ തീ അവരുടെ അടിഭാഗത്തിലൂടെ നിന്ന് വരികയാണ്. അതിങ്ങനെ അവരെ ശരീരം പൊതിയാണ്. ഈ സമയത്ത് അങ്ങനെ അവരെ നിലവിളിക്കുന്നു. ഫൈദാഹും അതാഹും ദാലിക ദഹബു ലൗ ലൗ ഐ സാഹു. അവർ ആർത്തട്ടഹസിച്ച് കരയുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മലക്കുകളോട് ചോദിച്ചു, ആരാണിവർ? ഖുൽതു ലഹുമാ മാ ആഉലായി. നബി മലക്കുകളുടെ മറുപടി, അമ്മർ റിജാലു വന്നിസാഉൽ ഉറാത്തുൽ ലദീന ഫീ മിസ്ലി ബിനാഇ തന്നൂർ ഫഇന്നഹും അസ്സുനാതു വസ്സവാനി. ആ അടുപ്പിൽ കാണുന്ന രംഗത്തിൽ ഉള്ള ആണുങ്ങളും നഗ്നരായ സ്ത്രീ പുരുഷന്മാർ അവർ വ്യഭിചാരികളും വ്യഭിചാരിണികളുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് എവിടെയാണ്? ഇത് വ്യഭിചാരങ്ങളുടെ ബർസഖി കാലഘട്ടമാണ്, ഖബർ ജീവിത കാലഘട്ടമാണ്. ദുനിയാവിൽ സമാധാനമില്ല. ബർസഖിൽ സമാധാനമുണ്ടോ? ഇല്ല, സമാധാനമില്ല. ഖബർ ജീവിതത്തിൽ സമാധാനമില്ലെന്ന് റസൂലുള്ള പഠിപ്പിച്ചു. ഇനിയോ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യുളാഅഫു ലഹുൽ അദാബ്. അവർക്ക് ഇരട്ടി ഇരട്ടി ശിക്ഷയാണ്. സഹോദരന്മാരെ, ഇത്ര വലിയ ഗൗരവത്തോടു കൂടി പഠിപ്പിക്കപ്പെട്ട സംഗതിയാണ് വ്യഭിചാരം എന്നുള്ളത്. എന്നാൽ വളരെ നിസ്സാരമാക്കപ്പെട്ടു. വ്യഭിചാരത്തിലേക്ക് എത്തുന്ന പ്രവർത്തനങ്ങൾ നിസ്സാരമാക്കപ്പെടുന്നു. കണ്ണുകൊണ്ട് വ്യഭിചാരമുണ്ട്, കാതുകൊണ്ട് വ്യഭിചാരമുണ്ട്, കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും വ്യഭിചാരമുണ്ട്, മനസ്സുകൊണ്ട് വ്യഭിചാരമുണ്ട് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്സാരവൽക്കരിക്കപ്പെടുന്നു. അന്യപുരുഷന്മാരെ അന്യ സ്ത്രീകളെ നോക്കി ആസ്വദിക്കുന്നു, സംസാരിച്ച് ആസ്വാദനം തീർക്കുന്നു പ്രേമത്തിൻ്റെ പേരിൽ. അതേപോലെ തന്നെ കോവർക്കരുടെ പേരിൽ, കൂടെ ജോലി ചെയ്യുന്നവനാണ്, കൂടെ ജോലി ചെയ്യുന്നവളാണ്, ഒരേ സ്കൂളിലാണ്, ഒരേ സ്ഥാപനത്തിലാണ്, ഒരേ കമ്പനിയിലാണ്, ഒരു ഓഫീസിലാണ്, മുതലാളിയല്ലേ, തൊഴിലാളിയല്ലേ, കസ്റ്റമറല്ലേ, സ്ഥിരം വരുന്നവരല്ലേ എന്നൊക്കെ പറഞ്ഞ് കിഞ്ചന വർത്തമാനങ്ങളും രസങ്ങളും ഹരങ്ങളും പറഞ്ഞു തീർക്കുന്നു. ഇതിന് ഒരു ഗൗരവവും കാണാത്ത അവസ്ഥയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭാര്യമാർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, ഭർത്താക്കന്മാരുടെ ജോലിയിടങ്ങൾ അങ്ങനെയാണ്, നമ്മുടെ മക്കളുടെ പഠന കാലഘട്ടം അങ്ങനെയാണ്. ഇല്ല സഹോദരന്മാരെ, എത്രത്തോളം ഗൗരവത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ളഹറ സിന വറിബ ഫീ ഖറിയത്തിൻ, ഒരു നാട്ടിൽ സിനയും വ്യഭിചാരവും അതേപോലെ തന്നെ പലിശയും വ്യാപകമായിട്ടുണ്ടെങ്കിൽ, അതിന് ഗൗരവം കാണിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഖദ് അഹല്ലു ബി അൻഫുസിഹിം അദാബല്ലാഹ്, അല്ലാഹുവിൻ്റെ ശിക്ഷ അവർക്ക് ഹലാലായി കഴിഞ്ഞു. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുന്നത്? മാറാ രോഗങ്ങളായിക്കൊണ്ട്, തൻതശറുൽ അംറാദു വൽ ഇലൽ വൽ അദവാതു,
മാരാരോഗങ്ങൾ, പിടുത്തം കിട്ടാത്ത രോഗങ്ങൾ, ശക്തമായ പകർച്ചവ്യാധികൾ, ആളുകൾ മരിച്ചു വീഴുന്നു. ഒരു നിപ്പ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൊറോണ വരുമ്പോൾ, അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ വരുമ്പോൾ വൈദ്യശാസ്ത്രം ഇങ്ങനെ ചോദ്യമില്ലാതെ നമുക്ക് പ്രതീക്ഷ, വലിയ കാലം ഒരുപാട് വികസിച്ചു, എല്ലാ മേഖലയിലും വലിയ പുരോഗതിയാണ്, വൈദ്യശാസ്ത്രം പുരോഗമിച്ചു എല്ലാം. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ, ഒരു സാംക്രമിക രോഗമുണ്ടായാൽ മനുഷ്യന്മാർ മരിച്ചു തീരുകയാണ്. ചികിത്സയില്ല പല രോഗങ്ങൾക്കും. എല്ലാവരും കൈമലർത്തുന്നു, ഉത്തരവാദിത്തപ്പെട്ടവർ പോലും കൈമലർത്തുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ ഇറങ്ങും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കല്ലാതെ രക്ഷയില്ല. ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ അഥവാ റിബ വരാൻ, ഈ വ്യഭിചാരം, അതിലേക്ക് അടുക്കുന്ന പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് ഒക്കെ ശക്തമായി എതിർത്തുകൊണ്ടാണ് ഇസ്ലാം സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ യുവാക്കളും യുവതികളും എല്ലാവരും എല്ലാത്തവരുമെല്ലാം ഏറെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളായ ആളുകളെക്കുറിച്ച് ചീത്ത ചിന്തകളും അതേപോലെ തന്നെ സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു? ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫുൻ മിനശ് ശൈത്താനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. മുത്തഖികളായ ആളുകൾ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ശൈത്താനിൽ നിന്നുള്ള ഇതുപോലുള്ള ചിന്തകൾ ഉണ്ടാകുമ്പോൾ അവർ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നു, അല്ലാഹനെ ഓർക്കുന്നു. അപ്പോൾ അവർ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള അവർ ഉൾക്കാഴ്ചയുള്ളവരാകുന്നു, യാഥാർത്ഥ്യബോധമുള്ളവരാകുന്നു അവർ. അതാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ നമ്മൾ കണ്ടത്. എല്ലാ നിലക്കും സാഹചര്യം ഒത്തുവന്നിട്ടും സുന്ദരിയായ ഒരു യുവതി തൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ടും, അതിനുള്ള ശ്രമം നടത്തിയിട്ടും, ശാരീരിക സുഖത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുള്ള എല്ലാ കോപ്പുകളും ഒരുക്കിക്കൂട്ടി സാഹചര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടും അള്ളാഹുവിനെ ഓർത്ത് മാറി നിന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം, മഹാന്മാരുടെ ചരിത്രം നമ്മൾ വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും പഠിക്കുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് വ്യഭിചാരത്തിലേക്കുള്ള ഒരു പ്രവർത്തനവും അതിൻ്റെ ചെറിയ ചെറിയ വശങ്ങൾ എല്ലാം ഒഴിവാക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ മുഅ്മിനാത്തുകളായ ആളുകളോട്, കുല്ലിൽ മുഅ്മിനീന റസൂലേ, നിങ്ങൾ മുഅ്മിനീങ്ങളോട്, ആണുങ്ങളോട് നിങ്ങൾ പറയണം, യഗുദ്ദൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകൾ താഴ്ത്തട്ടെ, ഹറാമിലേക്ക് നോക്കുന്നതിൽ നിന്നും, അന്യ സ്ത്രീകളെ കാണുന്നതിൽ നിന്നും, ആസ്വദിക്കുന്നതിൽ നിന്നും, വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ ഗുഹ്യാവയവങ്ങളെ അവർ സൂക്ഷിക്കുകയും ചെയ്യണം എന്ന് ആണുങ്ങളോട് റസൂലേ നിങ്ങൾ പറയണം. ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. അവരുടെ കണ്ണുകൾ ഹറാമിൽ നിന്നും താത്തുന്നത്, അവരുടെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുന്നത്, നിഷ്ഠ പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നത്, അതാണ് അവർക്ക് ഏറ്റവും വെടിപ്പുള്ള ജീവിതം. കാണാൻ നല്ല വെടുപ്പുള്ള, 2 നേരം കുളിച്ച് കുട്ടപ്പനായി, അതേപോലെ തന്നെ നല്ല ഇസ്തിരി ചുളിയാതെ വസ്ത്രക്കെട്ട് നടക്കുന്ന എത്രയോ ആളുകൾ. പക്ഷെ എന്താണ്? ചീഞ്ഞു നാറുന്ന ജീവിതമാണ്, വെടുപ്പുള്ള ജീവിതമല്ല. വെടിപ്പുള്ള ജീവിതമല്ലത്, പ്യുവർ ജീവിതമല്ലത്, വൃത്തികേടിൻ്റെ ജീവിതമാണ്. ഒരു പെണ്ണിനെ കണ്ടാൽ എങ്ങനെ സംസാരിക്കാം, എങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാം, എങ്ങനെ തൻ്റെ ആവശ്യം നിറവേറ്റാം, അതാണ് ചിന്ത. അതൊരു പ്രശ്നമല്ലാതെ ആയിക്കഴിഞ്ഞു. അള്ളാഹ് പറയുകയാണ്, ദാലിക അസ്കാ ലഹും, അവർക്കതാണ് ഏറ്റവും വെടിപ്പുള്ളത്, ശുദ്ധമായത്. അല്ലാഹുവിനറിയാം, ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലാഹു അറിയുന്നവനാണ്. ആണുങ്ങളോടുള്ള കൽപ്പനയാണ്. ആയത്ത് തുടരുകയാണ് സഹോദരന്മാരെ. അല്ലാഹ് പറഞ്ഞു, വകുല്ലിൽ മുഅ്മിനാതി യഗ്ദുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളന ഫുറൂജഹുൻ. പെണ്ണുങ്ങളോട് റസൂലേ നിങ്ങൾ പറയണം, അവരുടെ കണ്ണുകൾ അവർ താഴ്ത്തട്ടെ, അവരുടെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കട്ടെ. വലാ യുബദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ, അവരുടെ ശരീരത്തിൻ്റെ സുന്ദരമായ ഭാഗങ്ങൾ അവർ വെളിവാക്കാൻ പാടില്ല. പെണ്ണ് ശരീരം മൂടണം, മറക്കണം. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ, ദീനിൻ്റെ ഏത് നിർദ്ദേശങ്ങളും ആണുങ്ങളോടും പെണ്ണുങ്ങളോടും മൊത്തത്തിലാണ് പറയാം. ആണുങ്ങളോടൊന്ന് വേറെ, പെണ്ണുങ്ങളോടൊന്ന് വേറെ പറയാറില്ല. എന്നാൽ ഇവിടെ ആണുങ്ങളോടൊന്ന് വേറെ പറഞ്ഞു, അത് തന്നെ പെണ്ണുങ്ങളോട് പറഞ്ഞു. എന്നിട്ട് പെണ്ണും ആണുമുള്ള കാര്യം പറഞ്ഞെടുത്ത് പെണ്ണുങ്ങളോട് വസ്ത്രധാരണ പ്രത്യേകം പറഞ്ഞു.
കാരണം പെണ്ണുങ്ങളുടെ വസ്ത്രധാരണ ആണുങ്ങൾക്ക് ഫിത്നയാണ്. ഒരാണ് വസ്ത്രധാരണ ശരിയാക്കാതെ ഉടുത്തഴിച്ചിട്ട് നടന്നാലും പെണ്ണിന് ഫിത്നയല്ല സാധാരണ നൽകുക. കാരണം പെണ്ണിൻ്റെ ശരീരഘടന അങ്ങനെയാണ്, പെണ്ണിൻ്റെ മനസ്സ് അങ്ങനെയാണ്. അത് ശാസ്ത്രം പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇതിനേക്കാളൊക്കെ അപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ ശരീരത്തെ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാഹ്ക്കറിയാം. ഒരാണിനെ സംബന്ധിച്ചോളം അവൻ്റെ ഒരു നോട്ടത്തിലൂടെ അവൻ ഉത്തേജിക്കപ്പെടും. പെണ്ണങ്ങനെയല്ല. അതുകൊണ്ട് പെണ്ണിൻ്റെ ശരീരം, അവരുടെ ഡ്രസ് കോഡ് എങ്ങനെയായിരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അൽ ഐനാനി തസ്നിയാനി, കണ്ണുകൾ വ്യഭിചരിക്കുന്നു. വൽ യദാനി തസ്നിയാനി, കൈകൾക്ക് വ്യഭിചാരമുണ്ട്, കാലുകൾക്ക് വ്യഭിചാരമുണ്ട്. കാലുകൾക്ക് വ്യഭിചാരമുണ്ട്. മനസ്സുകൊണ്ട് മനുഷ്യന്മാർ വ്യഭിചരിക്കുന്നുണ്ട്. അതൊക്കെ ഈ നോട്ടത്തിലൂടെയും സംസാരത്തിലൂടെയും ചിന്തകളിലൂടെയുമാണ്. അതിനുള്ള അവസരങ്ങളെല്ലാം ഉണ്ടാവുന്നതിൽ നിന്നും മാറി നിൽക്കണമെന്ന് പഠിപ്പിച്ചു. ഇങ്ങനെ മനുഷ്യൻ തെറ്റിപ്പോകുന്ന രംഗങ്ങളിൽ ഒരു സ്ത്രീയും പുരുഷനും ഒപ്പം ജോലി ചെയ്യുക, ഒരു ഓഫീസിൽ ഒറ്റക്കാകുക, മൂന്നാമതായി ശൈത്താൻ ഉണ്ടാകും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വിട്ടു നിൽക്കണം. എന്തെല്ലാം പരിക്കാ സഹോദരന്മാർ, 2 കുടുംബം തകരുകയാണ്. 2 കുടുംബത്തിലെ മക്കൾക്ക് ആപ്പിമ്മില്ലാതാവുകയാണ്. എന്തെല്ലാം പ്രശ്നം. തുടക്കത്തിൽ നല്ല മധുരാണിത്, ശൈത്താൻ അങ്ങനെ മധുരം ഉണ്ടാക്കി കൊടുക്കും. സയ്യന ലഹുമു ശൈത്താനു അഅമാലഹും, പിന്നെ ഇത് കൈക്കുന്ന പൊരുത്തം വിട്ടുപോകും. എല്ലാവർക്കും അറിയണ സംഗതിയാണിത്. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞു, അടുക്കാനേ പാടില്ല. ഒരു പെണ്ണിനോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം എവിടെയാണത് റൂട്ട് തിരിയുന്നത്. ഒരു ആണിനോട് സംസാരിക്കുമ്പോൾ, അന്യ പുരുഷനോടോ അന്യ സ്ത്രീയോടോ സംസാരിക്കുമ്പോൾ, ഞാൻ ഈ സംസാരിക്കുന്നത് എവിടെയാണ് റൂട്ട് തിരിയുന്നത് എന്ന് സംസാരിക്കുന്നത് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. കാര്യമാണോ, ആവശ്യത്തിനാണോ, അതല്ല എൻ്റെ എന്തെങ്കിലും ഒരു ഉദ്ദേശം നടപ്പിലാക്കാനാണോ, എൻ്റെ മനസ്സിൻ്റെ രോഗത്തിൻ്റെ വരവാണോ, ആ മെസ്സേജ്, ആ സംസാരം, ആ പ്രതികരണം നമുക്കറിയാം. അവിടുന്ന് നമ്മൾ തിരിഞ്ഞു പോകണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഇമ്മാ യൻസഗന്നക മിനശ്ശൈത്വാനി നസൂൻ ഫസ്തഇദ് ബില്ലാഹ്. ശൈത്താനിൽ നിന്നൊരു നസം ഉണ്ടായാൽ, ഒരു പിടുത്തം വന്നിട്ടുണ്ടെങ്കിൽ, അവൻ്റെ ഒരു വസ്വാസ് ഉണ്ടായാൽ ഫസ്തഇദ് ബില്ലാഹ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ് പോണം. പിന്നെ ആ റൂട്ടിൽ പോകരുത്. ആ റൂട്ടിൽ പോയാൽ മക്കൾ മാതാപിതാക്കളില്ലാത്തവരാവും. എത്ര സന്ദർഭങ്ങൾ സഹോദരന്മാരെ, എത്രയെത്ര അനുഭവങ്ങൾ ഇട്ടെറിഞ്ഞ് പോവുകയാണ്. പ്രിയപ്പെട്ട ഭാര്യയെ മക്കളെ ഒഴിവാക്കി പോവുകയാണ്. പ്രിയപ്പെട്ട ഭർത്താവിനെ മക്കളെ ഒഴിവാക്കി പോവുകയാണ്. ഏതോ ഇന്നലെ കണ്ട ഒരുത്തൻ്റെ കൂടെ, ഒരുത്തിയുടെ കൂടെ. അതുകൊണ്ട് ഗൗരവത്തോടു കൂടി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. സാഹചര്യത്തിൽ നിന്നും വിട്ടു നിൽക്കണം. വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞ, സാഹചര്യം, അതിനോട് അടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകരുത്. ഇത്ര വലിയ ശിക്ഷയായിട്ട് കൊണ്ട് പഠിപ്പിച്ചു. പക്ഷേ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ഫിത്നയുടെ കാലഘട്ടമാണ്. ഈമാൻ കൊണ്ടല്ലാതെ പിടിച്ചിക്കാൻ പറ്റുമല്ലോ സഹോദരന്മാർ. അതാണ് ഇസ്ലാം അടിക്കടി ഇങ്ങനെ പറയാനുള്ള കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും ശുദ്ധമായ ജീവിതം നയിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു മുസ്ലിമായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ട് പഠിക്കാൻ പോകുന്നതിലോ ജോലിക്ക് പോകുന്നതിലോ ഒന്നും ഇസ്ലാം എതിര് പഠിപ്പിക്കുന്നില്ല. എന്നാൽ ആവശ്യമില്ലാതെ സ്ത്രീ പുറത്തിറങ്ങുക എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്ന കാര്യമല്ല. ഒരാവശ്യമില്ല, വെറുതെ ആവശ്യത്തിന് അവൾ അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നതിനോ ജോലി സ്ഥലത്തിലേക്കോ അല്ലെങ്കിൽ ആവശ്യങ്ങളിലേക്ക് പോകുന്നതിന് ഇസ്ലാം എതിരുമല്ല. ഒരു സമൂഹം കേടുവരുന്നത് സ്ത്രീകൾ കൂടുതൽ അഴിഞ്ഞാടുമ്പോൾ സമൂഹം കേടുവരും. വസ്ത്രധാരണ പ്രശ്നമില്ല. അതേപോലെ തന്നെ ആകർഷിക്കാൻ വേണ്ടി നടക്കുന്നു. ഫിത്നയിൽ അകപ്പെടുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സദാചാര ബോധമില്ല. ഏത് നിലക്കും
പിന്നെ നിയമങ്ങളോ നിർദ്ദേശങ്ങളോ ലൈംഗിക രംഗത്തും മറ്റുള്ള രംഗത്തും പാലിക്കാത്തൊരവസ്ഥ. അതേപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ വസ്ത്രധാരണയുടെ വിഷയത്തിൽ ഇസ്ലാം കൃത്യമായി മുസ്ലിമായ പെണ്ണിൻ്റെ വസ്ത്രധാരണ പഠിപ്പിച്ചു. ഇറുകിയ വസ്ത്രങ്ങൾ പാടില്ല, പുരുഷനെ പോലെ വസ്ത്രം ധരിക്കാൻ പാടില്ല. ഇന്ന് പല സ്ഥാപനങ്ങളുടെയും യൂണിഫോമുകൾ പാൻറ്റും കുപ്പായാണ് പെൺകുട്ടിയൊക്കെ. അതേപോലെ തന്നെ ചില വലിയ വലിയ പെണ്ണുങ്ങൾ പോലും പാൻറ്റും കുപ്പായിട്ട് നടക്കുക. കാരണം എന്താ? എൻ്റെ ജോലി സ്ഥലത്തെ യൂണിഫോം അതാണ്. നല്ല ഇറുകിയ പാൻറ്റും ഇറക്കമില്ലാത്ത കുപ്പായവും എല്ലാം പുറത്താണ്. എന്നാൽ നല്ല മഫ്ത ധരിച്ചിട്ടുണ്ടാകും. നല്ല മഫ്ത, മുടി എവിടെയും കാണുന്നില്ല. ഇത് ഇസ്ലാമിക വേഷം എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന മുസ്ലിമത്തുകളായ പെൺകുട്ടികൾ അതിനേക്കാൾ വലിയ ഗൗരവമാണ് അവർ ചെയ്യുന്നത്. ഒന്ന്, പുരുഷൻ്റെ വേഷം ധരിക്കുക എന്നുള്ളത് ശപിക്കപ്പെട്ട കാര്യമാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ശാപാണ്. ഇറുകിയ വസ്ത്രം ധരിക്കുക എന്നുള്ളത് ശാപമാണ്. മറ്റു ചില പെണ്ണുങ്ങൾ എങ്ങനെയെങ്കിലും മുടി കാണിക്കണം. അതേപോലെ തന്നെ മാറ് കാണിക്കുന്നവർ മാറിലേക്ക് തങ്ങളുടെ മഫ്തകൾ, മുഖമൊക്കനകൾ ഇറങ്ങണം എന്നുള്ളത് ഖുർആൻ പഠിപ്പിച്ച നിയമമാണ്. മറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുഖമൊക്കനകൾ താഴണം. താഴണില്ലേ കുറ്റക്കാരിയാണ് ഇസ്ലാമിൻ്റെ ഭാഷ. അപ്പോൾ കൃത്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട് ഏത് രീതിയിലായിരിക്കണം പെണ്ണിൻ്റെ വസ്ത്രം എന്നുള്ളത്. ആ ഡ്രസ് കോഡിലായിരിക്കണം അവൾ പുറത്തേക്ക് പോകേണ്ടത്. എന്നാൽ ആണുങ്ങളെ ആകർഷിക്കുന്ന, അതേപോലെ തന്നെ സ്ത്രീകളെ ആകർഷിക്കുന്ന രീതിയിലാണ് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ വരച്ച് നടക്കുന്നത്. എങ്ങനെയാവാം? ഒരു ലജ്ജയുമില്ല. ഇസ്ലാമിൽ ലജ്ജയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലജ്ജയും ഈമാനും ഒരു നാണയത്തിൻ്റെ രണ്ട് പുറങ്ങളാണ്, പരസ്പരം ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന സംഗതിയാണ് ലജ്ജയും ഈമാനും. ലജ്ജല്ലേ ഈമാനില്ല, ഈമാനില്ലേ ലജ്ജയില്ല. ആരെ മുമ്പിൽ എങ്ങനെയും കോലം കെട്ടി പോകുന്നൊരവസ്ഥയിലേക്ക് സ്ത്രീ പുരുഷന്മാർ മാറിക്കഴിഞ്ഞു. വല്ലാത്തൊരു സങ്കടകരമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. എന്ന് മാത്രമല്ല, മുസ്ലിം സ്ത്രീകളുടെ ഒരു ഡ്രസ് കോഡനായി കഴിഞ്ഞു ഇങ്ങനെയുള്ള കോലം കെട്ടലൊക്കെ. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കുട്ടിയടിച്ചങ്ങനെ നടക്കുകയാണ്. ഇത്ര സങ്കടകരമായ കാര്യമാണ് സഹോദരൻ. ഇത് പ്രചോദനമാകുകയാണ് മറ്റുള്ള കുട്ടികൾക്ക്. രക്ഷിതാക്കളെ നിർബന്ധിപ്പിക്കപ്പെടേണ്ടത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. കാരണം ക്ലാസ്സിൽ കുട്ടി കൊണ്ടുവരുന്നുണ്ട്, മറ്റുള്ള ടീച്ചർമാർ കൊണ്ടുവരുന്നുണ്ട്. പലരും കൊച്ചു മക്കളെ ഇങ്ങനെ വേഷം കെട്ടിയിട്ടാണ് സ്കൂളിലേക്കും കോളേജുകളിലേക്കും പറഞ്ഞയക്കുന്നത്. മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ഇടത്തിലുള്ളൊരു കൾച്ചർ അങ്ങനെ രൂപപ്പെട്ടു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശതു ഫില്ലദീന ആമനൂ. ചില ആളുകളുണ്ട്, മുഅ്മിനീങ്ങളായ ആളുകൾക്കിടയിൽ മ്ലേച്ഛത പരക്കുന്നതിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ. ഇങ്ങനെ ആവട്ടെ. ചെയ്യുന്ന തെറ്റിന് മാത്രമല്ല മറ്റുള്ളവർക്ക് പ്രചോദനമാകുക. ഇതിനൊന്നും കുഴപ്പമില്ല, ഇതൊന്നൊരു വിഷയമല്ല. നോർമലൈസ് ചെയ്യപ്പെടുകയാണ് പലതും. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശതു ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹ് വിടൂല. ആഖിറത്ക്ക് മാത്രമല്ല, ദുനിയാവിലും വിടൂല എന്നാ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായ അദാബുൻ അലീമുൻ, കഠിനമായ വേദനാജനകമായ ശിക്ഷ അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. അല്ലാഹ്ക്കറിയാം, നിങ്ങൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല. അല്ലാഹു നന്നായി ഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ലജ്ജ എന്നുള്ളത് ഇസ്ലാം വളരെയധികം പണ്ടേ റസൂൽ പണ്ടൊക്കെ നമ്മുടെ ഉമ്മമാരായിട്ടുള്ള ആളുകൾ ഒരു അന്യപുരുഷൻ്റെ അടുത്തേക്ക് വാതിലിൻ്റെ അപ്പുറത്ത് നിന്നിട്ടാണ് ഒരു ബെല്ലടി കേട്ടിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് വരില്ല. തൻ്റെ ശരീരം മറിഞ്ഞിട്ടുണ്ടോ, ശരിയായിട്ടാണോ? അതേപോലെ തന്നെ പുറത്തിറക്കുന്ന സമയത്ത് അത് ഇസ്ലാമിൻ്റെ കൾച്ചർ അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്അലൂ മിൻ വറാഇൽ ഹിജാബ്, അന്യ സ്ത്രീകളോട് നിങ്ങൾ സംസാരിക്കണം, അന്യ പുരുഷന്മാരോട് നിങ്ങൾ സംസാരിക്കേണ്ടത് മറക്ക് പിന്നിൽ നിന്നാണ്. ഖുർആൻ്റെ ആയത്താണ്. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ മറ്റു സങ്കടകരമായൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ,
എല്ലാവരും ശരീര സംരക്ഷണത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നു. അൽഹംദുലില്ലാ, നല്ല കാര്യം തന്നെ. എക്സസൈസ് എടുക്കുന്ന കാര്യത്തിലൊക്കെ നാട്ടിലൊക്കെ സുബി കഴിഞ്ഞ എക്സസൈസാണ്, നല്ല കാര്യമാണ്. എല്ലാവരും എക്സസൈസ് എടുക്കണം, ശരീരം നന്നാക്കണം. ഈ ഒരു ശ്രദ്ധ പരലോകത്തിൻ്റെ വിഷയത്തിൽ വേണം. നമ്മൾ ഈ ദുനിയാവിൽ കുറച്ച് കാലം ജീവിക്കുള്ളൂ. ആ ഒരു കാലഘട്ടത്തിൽ ശരീരം കേടുവരുത് നമ്മൾ ആഗ്രഹിക്കണം, ശരിയാണ്. അതിന് ഡോക്ടർ പറഞ്ഞിട്ടുള്ള മധുരം കഴിക്കാൻ പാടില്ല, ഇന്നത് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കൃത്യമായി പാലിക്കുന്നു. അത് നിങ്ങൾ കുറച്ച് അല്ലല്ല കഴിക്കാൻ പാടില്ല, എൻ്റെ ശരീരത്തിന് പാടില്ല, ഇന്ന പ്രശ്നമുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗർ ഉണ്ട്, പ്രഷറുണ്ട്, അതുകൊണ്ട് കഴിക്കാൻ പാടില്ല, നന്നായി ശ്രദ്ധിക്കുന്നു. കാരണം എന്തേ? ദോഷമാണ്. എന്ന പരലോകത്തിൻ്റെ പല ദോഷങ്ങളും മലിക്കുൽ ജബ്ബാറായ നാഥൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊന്നും പ്രശ്നമില്ല, അതാവരുത്. പരലോകത്തിൻ്റെ പല ദോഷങ്ങളും പാടില്ല, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ഉണ്ടാകാൻ പാടില്ല, പലിശ വാങ്ങാൻ പാടില്ല, സക്കാത്ത് കൊടുക്കണം, പരലോകത്ത് കാലാകാലം തീരാത്തറ്റമില്ലാത്ത ലോകത്ത് ദോഷകരമായി ഭവിക്കും കേട്ടോ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് തീരാത്ത ലോക. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. ഇവിടെ ഒന്നൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മധുരം കഴിക്കൂല, രാവിലെ 2 മണിക്കൂർ ഓടും നടക്കും, എക്സസൈസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അത് ശരിയല്ല മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം. മെയിൻ പരലോകമാണ്. അതിരിക്കട്ടെ, മറ്റൊരു വിഷയം. ഏതായിരുന്നാലും നമ്മളെ ശരീരം സംരക്ഷിക്കുന്ന വിഷയത്തിൽ, എക്സസൈസ് എടുക്കുന്ന വിഷയത്തിലൊക്കെ നമ്മളെല്ലാവരും എന്താണ്, അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇന്ന് നാടുകളിലൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് വരുന്നത് ആണും പെണ്ണും ഒപ്പം എക്സസൈസ്. അഫ്തായിട്ട് പെണ്ണുങ്ങളും ചുരിദാരത്തെ നമ്മൾ മുസ്ലിം പെണ്ണുങ്ങളൊക്കെ നമ്മളെ ഏരിയക്ക് ഒരു മാപ്പിള ഏരിയകളാണല്ലോ. ആണും പെണ്ണും ഒപ്പം എക്സസൈസ്, മ്യൂസിക്കിൻ്റെ അകമ്പടി. പെണ്ണുങ്ങൾക്ക് അതിന് ഇൻസ്ട്രക്ഷൻ നിർദ്ദേശം കൊടുക്കുന്നത് പുരുഷന്മാർ. ഓരോ മുമ്പിൽ ചാടുകയാണ്. എത്ര സങ്കടകരമായ അവസ്ഥയാണ് സഹോദരന്മാരെ. ഇത് കണ്ടതുകൊണ്ടാണ് ഞാനിത് പറയണത്. സ്ത്രീകൾക്ക് സ്ത്രീകൾ നിർദ്ദേശം കൊടുക്കുന്നു, ചാടുന്നു, അവരവരുടെ ശരീര ചലനങ്ങളൊക്കെ നടത്തുന്നു, ഒരു പ്രശ്നമില്ല. അവരൊറ്റക്കാണെങ്കിൽ, ആരും കാണുന്നില്ലെങ്കിൽ, അന്യ പുരുഷന്മാർ കാണുന്നില്ലെങ്കിൽ. ഫമാ അസ്ബറഹും അലന്നാർ, നരകത്തിന്റെ വിഷയത്തിൽ അവരെ ഒരു ഗൗരവവും കാണിക്കാത്ത, അവരെ ക്ഷമിപ്പിച്ച് കളഞ്ഞത് എന്താണെന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഒരു ഗൗരവമില്ല, അന്യ പുരുഷന്മാരുടെ ഇടയിൽ ചാടാണ്. ശരീരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിലുള്ള എക്സസൈസ് ആകുമ്പോൾ അങ്ങനെയാണല്ലോ. അന്യ പുരുഷൻ കാണുകയാണ്, ഓല ഒപ്പാണ്, മറ്റുള്ളവർ പലതും നോക്കി നിൽക്കുന്നുണ്ട്, പ്രശ്നമില്ല, സുബഹിസ്കരിച്ച് പോവുകയാണ്. ഇത് വ്യാപകമാകുകയാണ്. എവിടെയാണ് സഹോദരന്മാരെ ദീനിന്? ഇതാരാണ്? മറ്റു മതസ്ഥരുടെ കാര്യമല്ല പറയണത്. എന്നാൽ സ്ത്രീകളുമായി മാത്രം ഒരു സ്ഥലത്ത് ആരും കാണാത്ത രീതി, അതും പ്രശ്നമില്ല, നല്ലതാണ്, നടക്കട്ടെ, ഓടട്ടെ, എക്സസൈസ് എടുക്കട്ടെ. എന്നിട്ട് സഹോദരന്മാരെ എന്തെല്ലാം രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പം ഇതൊക്കെ ഗൗരവമായി നമ്മൾ കാണേണ്ടതുണ്ട്. ഇത്രയധികം ഒരു ലജ്ജയില്ലാത്ത ഒരവസ്ഥ ഒരു അന്യപുരുഷൻ്റെ മുമ്പിൽ ഏത് നിലക്കും ചാടിയും അതേപോലെ തന്നെ ചെരിഞ്ഞും എല്ലാ നിലക്കും ഓട്ടിച്ചേർന്നിരിക്കുന്നതിനോ അതേപോലെ തന്നെ പിന്നെ സ്പർശിക്കുന്നതിനോ ഒന്നും പ്രശ്നമില്ലാത്ത അവസ്ഥ ഇതൊരു മുസ്ലിമായ പെണ്ണിനോ പുരുഷനോ ചേർന്നതല്ല. ഇതിനൊക്കെ വലിയ വില നമ്മൾ ദുനിയാവിൽ കൊടുക്കേണ്ടി വരും, പരലോകത്തും കൊടുക്കേണ്ടി വരും. ഇതിൻ്റെ കൂടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കണ്ണുകൊണ്ട്, കൈകൊണ്ട്, കാലുകൊണ്ടൊക്കെ വ്യഭിചാരമുണ്ട്, മനസ്സുകൊണ്ട് വ്യഭിചരിക്കുന്നവരുണ്ട് എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതൊക്കെ നിസ്സാരവൽക്കരിക്കപ്പെടുന്നൊരവസ്ഥ നമ്മുടെ ഈമാനുള്ള കുടുംബത്തിൽ നിന്നുണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പൊരുത്തമാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.